വന്നത് തീവ്രവാദികൾ വന്നത് ഇങ്ങനത്തെ കാട്ടുകൂടാണല്ലോ. പെഹൽഗാമിൽ തന്നെ നമ്മളുള്ളത്. അതെ അതെ, അതിന് താഴത്ത് കാണിച്ചു തരാം. जन्नत हो मेरी वो चमन का नजारा ये खुदाया लौटा दे कश्मीर दोबारा ये खुदाया कश्मीर दोबारा. ഇനിയില്ല, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെഹൽഗാമിലാണ്. പെഹൽഗാമിൽ ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ പെഹൽഗാമിൽ ഒരു തീവ്രവാദ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളീ പോണത്. ഇപ്പോൾ ഇവിടെ സംഗതി നല്ല റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളതൊന്നും വക വെക്കാതെയാണ് പോണത്. പലരും അവിടെ വെടിവെപ്പ് ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെല്ലാവരും അറിഞ്ഞതാണ് സമയത്ത്. പക്ഷേ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് ക്യാൻസലാക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങോട്ട് പോയി നോക്കാമെന്ന് കരുതി. നമ്മൾ ഡ്രൈവർ സാഹിബ് നമുക്ക് നല്ല സ്ഥല സപ്പോർട്ടാണ്. ഡാനിഷ് ബായ് പോകുന്ന വഴി എന്നൊക്കെ പറയുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയാം. കാണുന്നത് ഓരോ ഭാഗങ്ങളും അതിമനോഹരമാണ്. ഇവിടുത്തെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയും അതിൻ്റെ സൈഡിലൊക്കെയുള്ള മരങ്ങളും ഒക്കെ ഭയങ്കര രസമാണ് നമുക്ക്. പിന്നെ ഇതവിടേക്കുള്ള എൻട്രൻസാണ് വരുന്നത്. ഇതാണ് പെഹൽഗാമിൽ. അവിടെ പോകുന്ന വഴിയിൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിന് ബാക്കിലുള്ള എന്തോ നദിൻ്റെ ലദീറോ അങ്ങനെ എന്തോ ഒരു നദിയുടെ പേരാണ് ഇത്. ഇവിടുത്തെ നല്ല ആംബിയൻസാണ് ഇവിടെ. നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഇത് പെഹൽഗാം ടൗണിലാണുള്ളത്. പെഹൽഗാം സിറ്റി മാർക്കറ്റിൽ ഇവിടെ നല്ല മഴയുണ്ട് ഇപ്പോൾ. പക്ഷെ ഇവിടെ മഴയാണ്, ഒരു മെൻഷനില്ല. ഞങ്ങൾ മാത്രമുണ്ട്, ഒരു ഇവിടുത്തെ നാട്ടുകാരും ഇല്ല, ഒരാൾക്കാരും ഇല്ല. മറ്റേ ഇവിടെ മനസ്സിലായി കൊള്ളായതായാലും. ഇന്ന് എത്രാം തീയതി? ഇന്ന് എത്രാം തീയതി? ഇന്ന് ശനിയാഴ്ച അല്ലേ? 3-ാം തീയതി. 3-ാം തീയതി അവിടെ ഉണ്ടോ? ഇവിടെ ഒരു ആൾക്കാരും ഇല്ല. ഹലോ ഗൈസ്, ഇതാണ് നമ്മളെ പെഹൽഗാം മാർക്കറ്റ്. ഇവിടെ വേറൊരു മനുഷ്യന്മാരില്ല ഇവിടെ. പഞ്ചായത്ത് രസം. ഇവിടെ മീഡിയക്കാരുണ്ട്. कोई दूसरा आदमी नहीं इधर. हाँ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ട് ഇവിടെ. ആൾക്കാരില്ലാത്തതുകൊണ്ട്. अस्सलाम वालेकुम भाई, आप ठीक हो? अच्छे से? आप केरला से मेरे भाई आए हो? पहलगाम. हम अभी पहलगाम में हैं, सब कुछ नॉर्मल है. सुबह से हम घूम रहे हैं, सुबह के 7 बजे से. अभी 2 घंटे हो गए हमें. क्योंकि अभी बारिश का मौसम है, कोई बाहर नहीं निकल रहा है, ठंड बहुत ज्यादा है. ओके थैंक यू. दिखाओ आगे में चढ़ूंगा नहीं. बंद कर दो. ഇവിടാണ് ഇവിടുത്തെ ശരിക്കും മാർക്കറ്റ് റോഡ്. ഇവിടുത്തെ പള്ളി കാണാം. എൻ്റെ മോനെ എന്തോ ഒരു ഭംഗിയെന്ന് അറിയാം. ഇവിടുത്തെ ഈ പെഹൽഗാം ലോഡ്ജ്, ഇവിടുത്തെ വീട്. പെഹൽഗാമിന് അത്ര മനോഹരമായ സിറ്റി വേറില്ല കേട്ടോ. അത്ര മനോഹരമായ സ്ഥലമാണിത്. പക്ഷെ ഇപ്പോൾ ഒരാൾ മനുഷ്യനില്ല എന്നുള്ളൂ ഇവിടെ. ഇവിടെ ആൾക്കാരില്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ ഇവിടെ. ഉണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ? എനിക്ക് ഇവിടുത്തെ പള്ളിയിലൊന്ന് പോയൊക്കെ എന്നുള്ളതാണ്. വാ, അടച്ചിട്ടിരിക്കതാ. കൂട്ടിക്കണോ നോക്കാം. അടച്ചിട്ടിരിക്കണം. അതൊന്ന് പോയോ. ഇതിന് ഉൾക്കൊന്ന് പോയേക്കാം. അതൊന്നും പള്ളിൻ്റെ പ്രൊഹിബിറ്റാണ് ഇതിനൊന്നും. ഞാൻ പോണത് ഇവിടുത്തെ പള്ളീൻ്റെ ഉള്ളിക്കാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ എന്തൊരു ഗാർഡൻ ഉണ്ടോ, അടിപൊളി ഗാർഡൻ, ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ടോ. എനിക്ക് ഇതിൻ്റെ പുറത്ത് എടുത്തോ. ഇന്ന് വഴിയും ഫോണൊക്കെ കണ്ടോ. സ്ഥലത്തായത്
ഇവിടുന്ന് ഒരു മനുഷ്യന്മാരില്ല, അതാണ് ഒരാൾക്കാരും ഇവിടെ ഇല്ല. ഇത് പള്ളി തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ. ആണുണ്ട് സുഹർ 1:30 ഇവിടെ. ഇതാണ് ഇവിടുന്ന് പള്ളീൻ്റെ സ്ട്രക്ചറാണ്. ഇത് ഗ്ലൗ ഞാൻ എടുത്തിട്ടില്ല, തണുത്തിട്ട് ഉണ്ട്. പള്ളിനോടൊക്കെ സ്റ്റെയറൊക്കെ ചെരിഞ്ഞിട്ട് ഉണ്ടാവുക. പള്ളിയൊക്കെ പൂട്ടിട്ട് കേട്ടോ ഇവിടെ. ലോക്കാണ്. എന്തോ ഒരു രസമുള്ള സ്ഥലമാണെന്ന് അറിയോ? ഇവിടുത്തെ പള്ളിയാട്ടോ. അങ്ങോട്ട് നടന്നു വരുന്ന വഴിയൊക്കെ ഭയങ്കര മനോഹര വഴിയാണ്. ഉണ്ടോ വേറെതാ ബൽഗാമിൽ ഞങ്ങളൊരു ചായ കുടിക്കേണ്ടി വന്നാണ്. കടകളൊക്കെ ഓപ്പുണ്ട്, നോക്കാം. ഉണ്ടോ ചായക്ക് സമൂസ ഹേ ചായ അതാണ് പോയി കുടിച്ചു ചെക്കൻ നേരെ ചായ മാറ്റി. ഇത് മോനിവിടെ സമൂസയും പക്കവടയും പറഞ്ഞാണ് അല്ലേ? തിരക്കടില്ല വർഷമല്ലേ? കൊള്ളാം. ചൂടോടെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ഈ തണുപ്പത്ത്? ആ ചൂട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇവിടെ പെഹൽഗാമിലുണ്ടായിരുന്ന മെയിൻ സ്പോട്ടുകളിലേക്കൊന്നും നമ്മളെന്തില്ല ഈ ദിവസം നമുക്ക് അലോ ഇല്ലാത്ത പ്രശ്നമില്ല. കുറച്ചൊരു ഡേഞ്ചർ സിറ്റുവേഷൻ പോലെ ഇവിടെ തോന്നി. കാരണം ഒരാളും ഇല്ല, പോലെ തന്നെ ക്ലൈമറ്റ് നന്നായിട്ട് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഡാനിഷ് ഭായ് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോവാം, പോകുന്ന വഴിയിൽ നമുക്ക് എവിടെയൊക്കെ കയറാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിയിലൊക്കെ എന്തുണ്ട് ഈ കല്ല് വീഴ്ചയും മണ്ണിടിച്ചിലൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടിട്ട് ഞങ്ങൾ നേരത്തെ തിരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ ഇറങ്ങിയതേ ഇപ്പോൾ നോക്കി നിങ്ങൾ ഇവിടുത്തെ ബാങ്ക് വാങ്ങാൻ വേണ്ടി നടക്കുന്നത് നിങ്ങളെ കാറ്. ഒരു ഭംഗിയാണെന്നറിയോ? മാഷാഅല്ലാ, രക്ഷയില്ലാത്ത ഭംഗി. മഴ പെയ്തതോടുകൂടി തന്നെ ഇവിടുത്തെ ഒരു ഭംഗിക്ക് വേറൊരു മൂഡാണ്. അതായത് നല്ല കോടമഞ്ഞുണ്ട്, നല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു കുന്നുകളും മലകളും മേഘവും തണുപ്പും ഇവിടുത്തെ ഈ ചെടികളും മരങ്ങളും എല്ലാം കൂടി ഭയങ്കര രസം. നോക്കി എൻ്റെ ബാക്കിലോട്ട് നാച്ചുറൽ ബ്യൂട്ടിനൊക്കെ മാരക വേസ്റ്റ്. ആ വണ്ടിയുടെ ഓ മൈ ഗോഡ്, ഇടയ്ക്ക് ഒരാൾ വരുന്നുണ്ട് ബാക്കിൽ. ഓ അങ്ങോട്ട് പോയടാ, കുതിര ഉണ്ട്, കുതിര ബാക്കിൽ. വാ വാ വാ, അവിടെ ഇതിൻ്റെ കുത്തുവാവോ? ഇവിടുന്നല്ലേ ഞങ്ങൾക്ക് കയറി പോണത് എങ്ങോട്ടാന്നറിയോ? ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ കയറി പോകുന്നത് മോനെ ഇജവിടെ കാട്ടിക്ക, അത് മറ്റേ ടൈപ്പ് വീഡിയോ ആണ്. ഇവിടെ നിന്നൊക്കെ നമ്മൾ എങ്ങനെ ഫോട്ടോ എടുത്താലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ.
അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി, ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുള്ളാണ്. ഈ മഴയും അതേപോലെ തന്നെ ഈ മഴയോടൊപ്പം ഇവിടുത്തെ തണുപ്പും, ആ തണുപ്പിന് കൂടുതൽ ഭംഗി പകരുന്ന തരത്തിൽ ഇവിടുത്തെ പുഴയുടെ നാദങ്ങളുമൊക്കെ. കുറച്ചുകൂടി മുന്നിക്ക് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ കണ്ടുവാ. ഇതാ ഞങ്ങളിപ്പോൾ പെഹൽഗാമിലുള്ള ഇതുപോലെയുള്ള കാടുകളാണുള്ളത്. ഇങ്ങനത്തെ പൈൻ മരങ്ങളുടെ കാടുകൾ കണ്ടോ. ഇതിനുള്ള എത്രമാതിരി മരം, നമ്മുടെ അടുത്ത മാതിരി ഘോരവനങ്ങളല്ലത്, ഇങ്ങനെ നല്ല താഴെയുള്ളത്. ഇതുപോലെ ഭയങ്കര ഒരു കാടുണ്ട്. ഇതിലും മൃഗങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ഡാനിഷ് ഭായി പറഞ്ഞത്. തീവ്രവാദികൾ വന്നത് ഇങ്ങനത്തെ കാട്ടുകൂടാണല്ലോ. പെഹൽഗാമിൽ തന്നെ നമ്മളുള്ളത്. അതെ അതെ, അതിന് താഴത്ത് കാണിച്ചു തരാം. മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ഇതിന് താഴത്തേക്ക് പോകണമെങ്കിൽ ഉണ്ടോ, ഞങ്ങളെ വണ്ടിയാണ് നിൽക്കുന്നത്. ഇതിനപ്പുറത്ത് ഇങ്ങനെ വെള്ളമുണ്ട്.